വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സോ നമ്മുടെ പരീക്ഷയൊക്കെ വരാറായി. അപ്പോൾ ഇനി എന്താണ്? റിവിഷനാണ് ആവശ്യം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ക്യുക്ക് റിവിഷൻ ക്ലാസ്സാണ്. അതായത് ഇന്നൊരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും? വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്റർ നമ്മൾ പൂർണ്ണമായും ഡിസ്കസ് ചെയ്യും. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളും കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, പക്ഷേ കണ്ടിരിക്കുക, അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതാണ്ട് ഒരു 9 പാർട്ടോളമാണ് ഈ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ ടോപ്പിക്കും വളരെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി കാണും അല്ലേ? ഇപ്പോൾ പരീക്ഷ എടുക്കാറായി, വീണ്ടും ഇരുന്ന 9 പാർട്ട് ഒരുമിച്ച് കാണുക പറഞ്ഞു കഴിഞ്ഞാൽ സമയനഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമൊക്കെ ഒന്ന് ലാഭിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യുവാണ്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അന്ന് ആ ക്ലാസ് കണ്ട് പഠിച്ച് നിങ്ങളെല്ലാവർക്കും ഈ ഒരു ക്ലാസ് കൂടെ കാണുമ്പോഴത്തേക്കും ആ പഴയ ഓർമ്മകളൊക്കെ കിട്ടി അങ്ങ് സെറ്റാവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 1 മാർക്ക് ചോദ്യങ്ങളുടെ ഒരു PDF കൂടെ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ആ മാർക്ക് ചോദ്യങ്ങൾ അത്യാവശ്യം നിറച്ച് ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങളുടെ എണ്ണം കണ്ട് പേടിക്കേണ്ട, എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് എണ്ണം കൂട്ടിയത്. അപ്പോൾ ആ എണ്ണം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അപ്പോഴും നിങ്ങൾക്ക് എന്താവും, അതും ഒരു സെക്കൻഡ് റൗണ്ട് റിവിഷൻ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ 2 തവണ ഈ ഒരു ക്ലാസ്സും കണ്ട് ആ ഒരു ചോദ്യങ്ങളോട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി എക്സാമിന് വേണ്ടിയിട്ട് സെറ്റായിരിക്കും. അപ്പോൾ വാചകം അടിച്ച് സമയമൊന്നും കളയുന്നില്ല, നേരെ പോവുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, മക്കളെ ആദ്യമായിട്ട് ഇനിയിപ്പോൾ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും അവസാനം പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് ഒന്നും അറിഞ്ഞൂടെ ഈ ഒരു ചാപ്റ്റർ. ഇതിന് ഇനിയിപ്പോൾ 8-9 പാർട്ടും മണിക്കൂറുകളൊന്നും കളയാനില്ലെങ്കിലും നിങ്ങൾക്കും എന്ത് ചെയ്ത് കാണാം. ഞാൻ മാക്സിമം എന്ത് ചെയ്യാം, പോയിന്റുകൾ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ തുടങ്ങാമല്ലോ. ആദ്യമായിട്ട് കാണുന്ന ചാനലാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടങ്ങാമല്ലോ. വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിച്ച ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, എലമെൻറ്റ്സ് ഓഫ് വെതർ എന്നാണ് നമ്മളതിന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് വെതർ ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റിയാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ചൂട് അല്ലെങ്കിൽ അവിടുത്തെ താപനില, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് കാരണം ഉണ്ടാകുന്ന വിൻഡ്, പിന്നെ ഈർപ്പത്തിൻ്റെ അളവ്, അതാണ് മഴയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചു, പ്രഷർ പഠിച്ചു, വിൻഡ് പഠിച്ചു, ഹ്യൂമിഡിറ്റി പഠിച്ചു. ചാപ്റ്റർ പഠിച്ച കുട്ടിക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത് പഠിച്ച പോയിന്റ് എന്തായിരുന്നു? എന്താ ഈ വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ? ഒരു ഷോർട്ടർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ വെതർ എന്നും, ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, അതായത് ഏതാണ്ട് ഒരു 35 to 40 വർഷം വരെ ഒരു ലാർജർ ഏരിയയിലുമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ക്ലൈമറ്റ് എന്ന് വിളിക്കും. ഒരു ദിവസത്തെ കാര്യത്തെ വെതർ എന്നും, ഒരു സ്ഥലത്തെ പ്രദേശത്തിൻ്റെ നമ്മളൊരു ആവറേജ് പറയുമ്പോൾ അതിനെ ക്ലൈമറ്റ് എന്നും പറയും. മൂന്നാറിൽ തണുത്ത ക്ലൈമറ്റ്, രാജസ്ഥാനിൽ ചൂടുള്ള ക്ലൈമറ്റ് വെതർ എന്ന് നമ്മൾ പറയത്തില്ല. വെതർ അപ്ഡേറ്റ് പറയുന്ന ഒരു ദിവസത്തെ കാര്യമാണ് വാർത്തയിൽ പറയാറുണ്ട്. അടുത്ത് അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ പറ്റിയിട്ടാണ് അല്ലേ? ഭൂമിയിൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്നതിൻ്റെ സോഴ്സ് ആരാണ്? അത് നമ്മുടെ സൂര്യനാണ്. അപ്പോൾ ഭൂമിയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ ഹീറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന ആരാണ്? സൂര്യനാണ്. സൂര്യൻ എങ്ങനെയാണ് ചൂടുണ്ടാക്കുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ്. എങ്ങനെയാണ്? ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെയാണ് സൂര്യനിൽ എന്ത് വരുന്നത്? ചൂടുണ്ടാകുന്നത്. ആറ്റങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? സംയോജിക്കുന്നു. അണുസംയോജനം എന്ന് പറയുന്നു. അത് കാരണം ചൂടുണ്ടാകുന്നു. ആ ചൂട് ഭൂമിയിലോട്ട് വരുന്നു. എങ്ങനെ വരുന്നു? ഷോർട്ടർ വേവുകളായിട്ട് വരുന്നു. എങ്ങനെ വരുന്നു? ഷോർട്ടർ വേവുകളായിട്ട് വരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഷോർട്ടർ വേവ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കാര്യമായി ചൂടാക്കില്ല. സൂര്യൻ്റെ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നമ്മുടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട്, സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടപ്പുണ്ട്. ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്നത് ഷോർട്ടർ വേവ് റേഡിയേഷൻസ് ആണ്. ഈ ഷോർട്ടർ വേവ് റേഡിയേഷൻസ് ആണ് എവിടെ വരുന്നത്? നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നത്. പക്ഷേ ഈ വരുന്ന സാധനങ്ങൾ അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യാറില്ല? അധികം ചൂടാക്കാറ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന ഷോർട്ടർ വേവ് ലെങ്തായിട്ട് സൂര്യപ്രകാശം ഭൂമിയിലോട്ട് വരുന്നതിനെ വിളിക്കുന്ന പേര് ഇൻസൊലേഷൻ. എന്താണ്? ഇൻസൊലേഷൻ. ഈ ഇൻസൊലേഷനിലൂടെയാണ് എന്ത് ഹീറ്റ് ആവുന്നത്? ഭൂമിയുടെ സർഫസ് ഹീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇപ്പോൾ എന്താ പറഞ്ഞത്? സാറേ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിനെ നേരെ ചൂടാക്കത്തില്ല, പക്ഷേ ഈ ഇൻസുലേഷൻ ഭൂമിയുടെ എന്തിനെ ചൂടാക്കും? സർഫസിനെ ചൂടാക്കും. ഭൂമിയുടെ എന്തിനെ ചൂടാക്കും? സർഫസിനെ, ഈ ഉപരിതലത്തെ, ഈ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭാഗത്തെ എന്ത് ചെയ്യും? ചൂടാക്കുന്നത് ഇൻസുലേഷനാണ്. അത് 2 ചോദ്യങ്ങളാണ്, മനസ്സിലാക്കണം. ഇനി ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല, അത് ഭൂമിയെ ചൂടാക്കും, കുറച്ചൊരു അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കും, എന്നിട്ട് എന്ത് ചെയ്യും? തിരികെ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? തിരികെ പോകും. തിരികെ പോകുന്നത് എങ്ങനെയാണ്? അത് ലോങ്ങർ വേവ് ലെങ്ത് റേഡിയേഷനുകളായിട്ടാണ്. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണെന്ത്? ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്താണ്? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വെച്ചാൽ റേഡിയേഷൻ ഓഫ് എനർജി. ഇങ്ങോട്ട് വരുന്ന എനർജി തിരിച്ച്
തിരിച്ചെന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. റേഡിയേഷൻ ഓഫ് എനർജി എന്ത് ഫോമിൽ, ലോങ്ങർ വേവ് ലെങ്തിൻ്റെ ഫോമിൽ. പ്രശ്നം ആ പോകുന്ന വേവ്സ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഹീറ്റ് ചെയ്യത്തില്ല, അങ്ങോട്ട് പോകുന്നതാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഒരു ബാലൻസ് ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ നേരെ നിൽക്കൂ, ഇല്ല. അതിനെ വിളിക്കുന്ന പേര് ഹീറ്റ് ബഡ്ജറ്റ് എന്നാണ്. ഓക്കെ, ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലേ. നമ്മുടെ ഭൂമിയിലോട്ട് വരുന്ന ഈ പറയുന്ന ഇൻകമിങ് റേഡിയേഷനും പുറത്തു പോകുന്ന റേഡിയേഷനും ഇടയ്ക്ക് എന്തുണ്ടാകും, ഒരു ബാലൻസ് ഉണ്ടാകും. ആ ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം, ആ ബാലൻസ് എപ്പോഴും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഓക്കെ, ഇനി നോക്കിയേ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു പോകുന്ന റേഡിയേഷൻ നമ്മൾ അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കുമെന്ന്. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ ഹീറ്റിന് നേരെ പുറത്തോട്ട് ഡയറക്റ്റായിട്ട് പോകാൻ അനുവദിക്കാതെ സർഫസിൽ തന്നെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ തന്നെ തട്ടി നിർത്തുന്നു. അങ്ങനെ നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ദോഷകരമായി മാറാറുണ്ട് മനുഷ്യൻ്റെ ഇടപെടൽ കാരണം. ഇനി അറ്റ്മോസ്ഫിയർ ചൂടാവണ്ടേ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഇൻസുലേഷൻ അത് നേരെ അറ്റ്മോസ്ഫിയറിനെ ചൂടാക്കില്ല, പക്ഷേ ഔട്ട് ഗോയിങ് റേഡിയേഷൻ ചൂടാക്കും. അതിന് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നും പറഞ്ഞു. പിന്നെ എങ്ങനെ ഈ അറ്റ്മോസ്ഫിയർ ചൂടാകുന്നത്? അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 4 രീതികളിലൂടെയാണ്. ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ. എന്താണ് അപ്പോൾ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർഫസ് ചൂടായി കഴിയുമ്പോഴത്തേക്കും സർഫസിന് തൊട്ട് മുകളിൽ നമ്മുടെ ഭൂമിയുടെ സർഫസുമായി ടച്ചായിരിക്കുന്ന മോളിക്യൂൾസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നു. അതിനെ വിളിക്കുന്ന പേര് കണ്ടക്ഷൻ. ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ചൂടാകുന്നു. ഇനി ചൂടായ എയർ എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അതിനെ വിളിക്കുന്ന പേര് കൺവെക്ഷൻ. എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്, ഇതിനെ വിളിക്കുന്ന പേര് കൺവെക്ഷൻ. ഇനി കാറ്റ് അഥവാ വിൻഡ് മുഖേന ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഹീറ്റ് എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഹൊറിസോണ്ടലി ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് അഡ്വെക്ഷൻ, ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. എന്നാൽ തിരിച്ച് ഈ പറയുന്ന ലോങ്ങർ വേവിൽ റേഡിയേഷൻ ആയിട്ട് പോകുമല്ലോ, ആ പ്രക്രിയയെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് റേഡിയേഷൻ. ഭൂമിയിൽ നിന്നായതുകൊണ്ട് അതിന് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയും എന്നുള്ളത് രണ്ടും ശരി തന്നെയാണ്. എമിഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ്ങർ വേവ് ലെങ്ത് ആഫ്റ്റർ ദ എർത്ത് സർഫസ് ഗെറ്റ് ഹീറ്റഡ്. ഭൂമി ചൂടായി കഴിഞ്ഞ ശേഷം ഭൂമി ഉച്ച കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തിരിച്ച് റേഡിയേഷനെ പുറത്തേക്ക് വിടുന്നു. അതിന് വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ. ഭൂമി വിടുന്നത് കൊണ്ട് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും പറയും. സെറ്റാണ്, ഓക്കെയാണ്, അടിപൊളിയാണ്. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ്, ഭൂമിയിലോട്ട് ചൂട് വന്നു, അളക്കണ്ടേ? എങ്ങനെ അളക്കും? ഭൂമിയിൽ വരുന്ന ചൂട് നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. പറഞ്ഞേ, ഭൂമിയിൽ വരുന്ന ചൂടിൻ്റെ അളവ് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. എന്ന് വെച്ചാൽ അത് ഭൂമിയുടെ മാക്സിമം ടെമ്പറേച്ചറും തരും, മിനിമം ടെമ്പറേച്ചറും തരും. അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ മിനിമം ടെമ്പറേച്ചർ? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറിനെ മിനിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കും. സൂര്യൻ ഉദിക്കുന്നതിനും തൊട്ട് മുൻപ് ഒരു 6 മണിക്ക് 6:30 ഇടയ്ക്ക് എടുക്കുന്ന ടെമ്പറേച്ചർ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സൂര്യപ്രകാശം ഭൂമിയിലോട്ട് സൂര്യൻ ഉദിച്ചു, രാവിലെ ചൂട് വന്ന ചൂട് നമ്മുടെ സർഫസിനെയൊക്കെ ചൂടാക്കി ഏതാണ്ട് സെറ്റാകുന്ന സമയം ഉച്ചയ്ക്ക് 2 മണി, വിളിക്കുന്ന പേര് മാക്സിമം ടെമ്പറേച്ചർ. അപ്പോൾ നോക്കണം, ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ മിനിമം ടെമ്പറേച്ചർ തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേര് ഡയഗണൽ റേഞ്ച് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡയഗണൽ റേഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, എന്തെന്ന് വിളിക്കും? ഡയഗണൽ റേഞ്ച് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മാക്സിമം ടെമ്പറേച്ചറിൻ്റെയും മിനിമം ടെമ്പറേച്ചറിൻ്റെയും ആവറേജിനെ എന്ത് വിളിക്കും? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് വിളിക്കും. മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആവറേജ് എന്നാണ്. സോ അതിനെന്ത് വിളിക്കും? ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നും വിളിക്കും. സെറ്റാണ്. ഭൂമിയിലേക്ക് ചൂട് വരുന്നു, സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപ് മിനിമം ടെമ്പറേച്ചർ, 2 മണിയാകുമ്പോഴത്തേക്കും മാക്സിമം ടെമ്പറേച്ചർ. മാക്സിമത്തിൽ നിന്ന് മിനിമം കുറച്ചാൽ കിട്ടുന്നത് ഡയഗണൽ റേഞ്ച് ടെമ്പറേച്ചർ. എന്നാൽ മാക്സിമം മിനിമത്തിൻ്റെ ആവറേജ് മീൻ എടുത്താൽ കിട്ടുന്നത് ഡെയിലി മീൻ ടെമ്പറേച്ചർ. മാക്സിമം പ്ലസ് മിനിമം ബൈ 2. അങ്ങനെ നമ്മൾ ഭൂമിയുടെ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു, ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ടെമ്പറേച്ചറുകൾ നമ്മളൊരു മാപ്പിൽ വരച്ചിട്ട് ആ പോയിന്റുകളെ ചേർത്ത് ഒരു സ്മൂത്ത് ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഐസോതേമുകൾ. എന്തുവാണ്? ഐസോതേമുകൾ എന്ന് വെച്ചാൽ നമ്മളൊരു മാപ്പിൽ ഇങ്ങനെ മാപ്പിൽ നമ്മൾ ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അങ്ങനെ ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങൾ ചേർത്ത് നമ്മൾ ലൈൻ വരച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ഐസോതേമുകൾ. 2 ചോദ്യങ്ങൾ വരും. ഒന്ന്, ഐസോതേമുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാൻഡും സീയും ചേരുന്നിടത്ത്
എന്താണ് ബെൻഡ് ചെയ്യുന്നതായി കാണുന്നു. എന്തുകൊണ്ട്? ലാൻഡും സീയും ചേരുന്നിടത്ത് ഐസോതേർം ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ട്? ലാൻഡും സീയും ചൂടാകുന്നത് വ്യത്യസ്ത അളവിലായതുകൊണ്ട്. ലാൻഡും സീയും ചൂടാകുന്നത് വ്യത്യസ്ത അളവിലായതുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും ഐസോതേർം ബെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐസോതേർം കടലിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കരയെത്തി, കര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കടലിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പോൾ ഈ ലൈനിന് നേരെ പോകാൻ പറ്റുമോ? ഇല്ലാതെ എന്ത് ചെയ്യും? ഇങ്ങനെ വളഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒരു വളവ് കാണും. എന്തുകൊണ്ട്? ലാൻഡും സീയും ചൂടാകുന്നത് വ്യത്യസ്ത അളവിലായതുകൊണ്ട്. അടുത്ത് നമ്മുടെ നോർത്തേൺ ഹെമീസ്ഫിയറും സദേൺ ഹെമീസ്ഫിയറും നോക്കുന്ന സമയത്ത് സദേൺ ഹെമീസ്ഫിയർ, അതായത് ഇപ്പോൾ നമ്മുടെ ഭൂമി ഒരു വട്ടത്തിലാണെങ്കിൽ ഈ പറയുന്ന ഇക്വേറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ മുകളത്തെ ഭാഗം നോർത്തേൺ ഹെമീസ്ഫിയർ, താഴത്തെ ഭാഗം സദേൺ ഹെമീസ്ഫിയർ. സദേൺ ഹെമീസ്ഫിയറിൽ ഐസോതേർമുകൾ കമ്പാരിറ്റീവ്ലി പാരലും നോർത്തേൺ ഹെമീസ്ഫിയറിൽ വളഞ്ഞു തിരിഞ്ഞു ഇരിക്കുന്നു. എന്തുകൊണ്ട്? വേറൊന്നും കൊണ്ടല്ല, സദേൺ ഹെമീസ്ഫിയറിൽ കടലാണ് കൂടുതൽ. കടലാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ അവിടെ ലാൻഡില്ല. അപ്പോൾ പിന്നെ വളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സെറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിന് അത് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ സംശയമൊന്നും ഇല്ലെങ്കിൽ സംശയമൊന്നുമില്ല സാറേ ഓക്കെ ആണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിലോട്ട് പോകാമല്ലോ. ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടറുകളാണുള്ളത്? ഒന്ന്, ആ സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡ്, അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം, അവിടെ ഉള്ള ലാൻഡാണോ സീ ആണോ അവിടെ ഉള്ളത്, ഈ പറയുന്ന സ്ഥലം സീയിൽ നിന്ന് എത്ര ദൂരെയാണ്, അവിടെ ഓഷ്യൻ കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ, അവിടുത്തെ റിലീഫ് എങ്ങനെയാണ് എന്നീ ഘടകങ്ങൾ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇക്വേറ്ററിൻ്റെ അടുത്താണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. എന്നാൽ പോളുകളിനടുത്തേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതായി കാണാൻ പറ്റും. കാരണം ഇക്വേറ്ററിൻ്റെ ഭാഗത്താണ് സൂര്യപ്രകാശം നേരെ വന്ന് വീഴുന്നത്. അപ്പോൾ ഇതാണല്ലോ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് സൂര്യപ്രകാശം നേരെ വന്ന് വീഴുന്നത് കൊണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഈ കാണുന്നതാണല്ലോ നോർത്ത് പോള്, ഈ കാണുന്നതാണല്ലോ സൗത്ത് പോള്. അപ്പോൾ പോളുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറവ് ആയിരിക്കും. സെറ്റ്. ഉയരം എന്ന് പറയുന്നത് അറിയാമല്ലോ. ഉയരം കൂടുന്തോറും മൂന്നാർ തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. ഓരോ 6.4 ഡിഗ്രി സെൽഷ്യസ് ഓരോ കിലോമീറ്റർ ഉയരം കൂടുന്തോറും 6.4 ഡിഗ്രി വെച്ച് ടെമ്പറേച്ചർ കുറയും. അതിന് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് പറയാറ്. എന്താണ്? നമ്മുടെ ഈ പറയുന്ന ഉയരം എന്ന് പറയുന്ന ഓരോ കിലോമീറ്റർ മുകളിലോട്ട് പോകുന്തോറും 6.4 ഡിഗ്രി വെച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ലാൻഡ് സീയുടെ ഇൻഫ്ലുവൻസ് എന്താ? ഒരു സ്ഥലം എന്ന് പറയുന്ന ലാൻഡ് ആണെങ്കിൽ അത് പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും. ലാൻഡ് ആണെങ്കിൽ പെട്ടെന്ന് ചൂടാകും, പെട്ടെന്ന് തണുക്കും. പക്ഷെ കടലാണെങ്കിൽ പെട്ടെന്ന് ചൂടാകത്തുമില്ല, തണുക്കത്തുമില്ല. അപ്പോൾ ഒരു സ്ഥലം കടലിനടുത്താണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ഥലം കരഭാഗമാണെങ്കിൽ അവിടെ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടും. ഒരു സ്ഥലം കടലാണെങ്കിൽ അവിടെ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടത്തില്ല, പക്ഷേ കൂടിയ ടെമ്പറേച്ചർ എന്ത് ചെയ്യത്തില്ല? പെട്ടെന്ന് കുറയത്തുമില്ല. അതുകൊണ്ടാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടാകുന്നത്. പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഒരു സ്ഥലം എന്ന് പറയുന്ന കടലിനടുത്താണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ടാവുമല്ലോ, അത് കാരണം അവിടെ എപ്പോഴും കാറ്റ് വീശും. അപ്പോൾ ഒന്നുകിൽ കടലിൽ നിന്ന് കരയിലോട്ട് അല്ലെങ്കിൽ കരയിൽ നിന്ന് കടലിലോട്ട് എപ്പോഴും കാറ്റ് വീശും. അപ്പോൾ ഒരു സ്ഥലം കടലിൻ്റെ അടുത്താണെങ്കിൽ അവിടെ എപ്പോഴും കാറ്റ് വീശും. എപ്പോഴും കാറ്റ് വീശുന്ന കാരണം അവിടെ ഒരിക്കലും കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം എപ്പോഴും കാറ്റടിക്കുകയല്ലേ. നമുക്ക് ചൂടെടുക്കുമ്പോഴും നമ്മൾ ഫാൻ ഇടും അല്ലേ, നമ്മൾ തണുപ്പുമ്പോഴും നമ്മൾ ഫാൻ ഇടാറുണ്ട്. കാരണം എന്താ? സൗണ്ട് കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ട് അല്ലേ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന കാറ്റ് എപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. രാവിലെ കടലിൽ നിന്ന് എന്ത് ചെയ്യും? കരയിലോട്ട് പോകും. തിരിച്ച് രാത്രി കരയിൽ നിന്ന് കടലിലോട്ടും പോകും. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു അധിക ടെമ്പറേച്ചർ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ല. അതാണ് അതിൻ്റെ പോയിന്റ്. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ ലാൻഡ് ടു സീ ആൻഡ് വൈസ് വേഴ്സ. അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വീശുന്ന കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും മോഡറേറ്റ് ആയിരിക്കും. എന്തായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് കടൽ തീരങ്ങളിൽ എപ്പോഴും മോഡറേറ്റ് ടെമ്പറേച്ചറും കരയാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഹൈ ടെമ്പറേച്ചറും ആവുന്നത്. അതിൻ്റെ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൽ 2 സ്ഥലം തന്നിട്ട് കടലിനടുത്തുള്ള സ്ഥലവും കരയ്ക്ക് നടുക്കിയിരിക്കുന്ന സ്ഥലവും ഇവിടെ എവിടെയായിരിക്കും ടെമ്പറേച്ചർ കൂടുതലെന്ന് ചോദിച്ചാൽ കരയിലായിരിക്കും. കാരണം കടൽ തീരത്ത് എപ്പോഴും മോഡറേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ബീച്ചിൽ പോകാൻ ഇഷ്ടമായിട്ടുള്ളത്. മറ്റൊന്ന് ഓഷ്യൻ കറണ്ട്. കടലിലെ വെള്ളം എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ ഡെൻസിറ്റി ഡിഫറൻസുകൾ കാരണം ഒരു കടലിൽ നിന്ന് ഒഴുകി മറ്റൊരു കടലിലോട്ട് പോകും. 2 ടൈപ്പ് എന്താണ്? ഓഷ്യൻ കറണ്ടാണ് ഉള്ളത് അല്ലേ. എന്താണ്? കോൾഡ് കറണ്ടും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വാം കറണ്ടും ഉണ്ട്. ഇത്രയേ ഉള്ളൂ. തണുത്ത വെള്ളം ഒരിടത്ത് പോയാൽ അവിടുത്തെ ടെമ്പറേച്ചർ കുറയും. ചൂടുള്ള വെള്ളം ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ കോൾഡ് കറണ്ട് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും, വാം കറണ്ട് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചറിനെ കൂട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന കറണ്ട് ഏതെന്ന് നോക്കുക. അത് വാം കറണ്ട് ആണെങ്കിൽ അത് ഏത് കോണ്ടിനെൻറ്റിൽ പോകുന്നു അവിടുത്തെ ടെമ്പറേച്ചറിനെ അത് കൂട്ടും. ഇനി ഇവിടെ കൊടും ശൈത്യമാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ.
ഇനി ഒരു സ്ഥലത്ത് പോകുന്നത് കോൾഡ് കറണ്ട് ആണെങ്കിൽ അത് ആ സ്ഥലത്തെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. അപ്പോൾ ഇവിടെ അതിശൈത്യമുള്ള സ്ഥലത്താണെങ്കിൽ കോൾഡ് കറണ്ട് പോകുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് ഭയങ്കര ചൂടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടും മാറും. അതാണ് ഓഷൻ കറണ്ടിൻ്റെ കാര്യം പറയുന്നത്. ടെമ്പറേച്ചർ എലോങ് ദ കോസ്റ്റൽ റീജിയൻ റൈസസ് ഓർ ലോവേർഡ് ബൈ വാം കറണ്ട് ആൻഡ് കോൾഡ് കറണ്ട്. വാം കറണ്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യും, കോൾഡ് കറണ്ട് ടെമ്പറേച്ചറിനെ ലോവർ ചെയ്യും. ഇനി ഒരു സ്ഥലത്ത് റിലീഫിൻ്റെ കാര്യമാണ് അല്ലേ. സൂര്യപ്രകാശം നേരിട്ട് വീഴുന്ന രീതിക്കാണെങ്കിൽ ഇതൊരു മൗണ്ടൻ റേഞ്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്ഥലത്തേക്ക് സൂര്യപ്രകാശം നേരിട്ട് വന്ന് വീഴും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഈ പറയുന്ന നിഴൽ പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൗണ്ടൻ സ്ലോപ്പ് ഫേസിങ് ദ സൺ എക്സ്പീരിയൻസ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഓപ്പോസിറ്റ് സ്ലോപ്പ് എക്സ്പീരിയൻസ് ലോ ടെമ്പറേച്ചർ. തീർന്നു. ഒറ്റ സെക്കൻഡ്, നമ്മൾ എത്ര മിനിറ്റ് ആയി കാണും, ഒരു 10 മിനിറ്റ് അല്ലേ ആവത്തുള്ളൂ. നമ്മൾ ആ ടെമ്പറേച്ചർ ടോപ്പിക്ക് തീർന്നു. നേരെ നമ്മൾ പ്രഷറിലോട്ട് പോവുകയാണ്. മക്കളെ പറയടാ, എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെ സർഫസിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ കയറി നമ്മുടെ ഭൂമിയുടെ സർഫസിലോട്ട് ഒരു വെയിറ്റ് കൊടുക്കും, കാരണം ഗ്രാവിറ്റി പിടിച്ച് വലിക്കുന്നതുകൊണ്ട് അല്ലേ. ആ വെയിറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പറഞ്ഞേ, എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ദ വെയിറ്റ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ കെയർ ഓവർ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിലേക്ക് അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന വെയിറ്റ് ആണ് എന്ത്, പ്രഷർ എന്ന് പറയുന്നത്. അളക്കണ്ടേ, അളക്കണം. എന്ത് വെച്ച് അളക്കും? ബാരോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. എന്തുപയോഗിച്ചിട്ടാണ്? ബാരോമീറ്റർ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മെർക്കുറി ബാരോമീറ്റർ. അപ്പോൾ ബാരോമീറ്റർ 76 സെൻറ്റിമീറ്റർ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നോർമലി എത്രയായിരിക്കും? 1013.2 മില്ലി ബാർ ആയിരിക്കും, അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. അപ്പോൾ ചോദിക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന യൂണിറ്റ് ഏതാ? അത് മില്ലി ബാറിൽ. ബാറിൻ്റെ ചെറുത് മില്ലി ബാർ, അല്ലെങ്കിൽ പാസ്കലിൻ്റെ ചെറുത് ഹെക്ടോ പാസ്കൽ. ഓക്കെ, പാസ്കലിൻ്റെ ചെറുതല്ല, വലുതല്ലേ? ഓക്കെ, ഇതാണ് ഹെക്ടോ പാസ്കൽ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ. കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്ററിൽ യൂണിറ്റ് എന്താണ്? മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. അപ്പോൾ മില്ലി ബാറിൽ പ്രഷർ കാണിക്കുമ്പോൾ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്ര? 1013.2, അതായത് 1013.2 മില്ലി ബാർ. അതെങ്ങനെ അറിയും? നമ്മൾ ആ പറയുന്ന ഗേജിനകത്ത് മെർക്കുറി എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ പോയിട്ടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലായി? ഇനി പ്രഷർ എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ പ്രഷറിനെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയും? സാറേ, ടെമ്പറേച്ചറിന് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യും, ഓൾട്ടിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യും, ഹ്യൂമിഡിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഇത് മൂന്നും കൂടിയ പ്രഷർ കുറയും. ഒറ്റ വാക്കി തീർത്ത്. ഇത് മൂന്നും കൂടിയ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? എയർ ഉണ്ടല്ലോ, എയർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. എയർ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പോൾ ആ സ്ഥലത്തെ പ്രഷർ കുറയും. അപ്പോൾ അതാ പറയുന്നത്, എയർ എക്സ്പാൻഡ് ഓൺ ഗെറ്റിംഗ് ഹീറ്റഡ്, സോ ലോ പ്രഷർ റീജിയൻ ഉണ്ടാവും. ഇനി മോളിൽ പോയിട്ട് ചൂടായ കാറ്റ് എന്ത് ചെയ്യും? തണുത്ത് താഴോട്ട് വരുമല്ലോ. അപ്പോഴത്തേക്ക് അവിടെ എന്താവും? ഹൈ പ്രഷർ ആവും. അപ്പോൾ തണുത്ത കാറ്റ് ഹൈ പ്രഷർ ഉണ്ടാക്കും. അപ്പോൾ എന്ത് പറ്റും? ഗ്രാജുവലി കൂൾ ചെയ്യും, കോൺട്രാക്ട് ചെയ്യും, താഴോട്ട് സബ്സിഡൈസ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ഹൈ പ്രഷർ ഉണ്ടാകും. നമ്മൾ പ്ലാനറ്ററി ഇവൻറ്റ് പഠിച്ചപ്പോൾ അത് പറഞ്ഞു അല്ലേ. പിന്നെ പഠിച്ചെന്താണ്? ഓൾട്ടിറ്റ്യൂഡാണ്, ഉയരം. ഉയരം കൂടുന്തോറും പ്രഷർ കുറയും. ഉയരം കൂടുന്തോറും പ്രഷർ കുറയും. അതുകൊണ്ടാണ് മൂക്ക് നിന്ന് ചോര വരുന്നതും ചെവി അടയുന്നതും. ഓരോ 10 മീറ്റർ ഉയരം കൂടുന്തോറും 1 മില്ലി ബാർ വെച്ചിട്ടാണ് പ്രഷർ എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. മറ്റൊന്ന് ഹ്യൂമിഡിറ്റി. അറ്റ്മോസ്ഫിയറിലെ വാട്ടർ വേപ്പറിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി. വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടിയാൽ ഹ്യൂമിഡിറ്റി കൂടിയെന്ന് അർത്ഥം. പക്ഷേ അപ്പോൾ എന്ത് പറ്റും? പ്രഷർ കുറയും. കാരണം വാട്ടർ വേപ്പറിന് എയറിനേക്കാളും വെയിറ്റ് കുറവാണ്. അപ്പോൾ വാട്ടർ വേപ്പർ അല്ലേ, ഇവിടെ അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിലുള്ള എയർ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ എയറിനെ തള്ളിക്കളഞ്ഞിട്ട് അവിടത്തേക്ക് ആര് വരികയാണ്? അവിടത്തേക്ക് വാട്ടർ വേപ്പർ വന്നു കഴിഞ്ഞാൽ വാട്ടർ വേപ്പറിന് വെയിറ്റ് കുറവാണ്. അതായത് നമ്മളൊരു ചാക്കിനകത്ത് 1 കിലോ എന്തായിരുന്നു? ഇരുമ്പായിരുന്നു ഇരുന്നത്. ആ ഇരുമ്പിനെ മാറ്റിയിട്ട് നമ്മൾ 1 കിലോ പഞ്ഞി കൊണ്ട് വെച്ചാൽ താഴോട്ടുള്ള വെയിറ്റ് കുറയല്ലേ ചെയ്യുക. അതേ ലോജിക്ക് നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ വേപ്പർ കൂടുന്നു. വാട്ടർ വേപ്പർ കൂടുമ്പോൾ എയറിനേക്കാളും വെയിറ്റ് കുറവ്, സോ അവിടുത്തെ പ്രഷറും കുറവും. അങ്ങനെ നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചല്ലോ. എന്ത് വെച്ചാൽ കണ്ടുപിടിച്ചത്? ബാരോമീറ്റർ വെച്ച്. അങ്ങനെ ബാരോമീറ്റർ വെച്ച് നമ്മളൊരു സ്ഥലത്ത് പ്രഷർ കണ്ടുപിടിച്ചിട്ട് ആ വരുന്ന പ്രഷറുകളുള്ള പോയിന്റുകളൊക്കെ എടുത്തിട്ട് അവിടെ ചേർത്തൊരു സ്മൂത്ത് ലൈൻ വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോ ബാർ. എന്താണ് ഐസോ ബാർ? എന്താണ് ഐസോ ബാർ? സ്മൂത്ത് കർവ് ലൈൻസ് ഡ്രോൺ ഓൺ ദ മാപ്പ് ടു കണക്ട് പ്ലേസസ് ഹാവിങ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുള്ള സ്ഥലങ്ങളെ ചേർത്ത് വരയ്ക്കുന്ന സ്മൂത്ത് ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോ ബാർ. അങ്ങനെ നമ്മൾ ഭൂമി എടുത്തിട്ട് ആ ഭൂമിയിൽ മൊത്തമായിട്ട് ഐസോബാർ വരച്ചപ്പോൾ നമ്മൾ കണ്ടു കുറേ സ്ഥലത്തൊക്കെ ഏതാണ്ട് ഒരേ പ്രഷറാണ്. ആ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെന്ന് വിളിച്ചത്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെന്ന് വിളിച്ചത്. എന്താണ്? നമ്മൾ ഭൂമി എടുത്തു, ഭൂമിയിൽ മൊത്തത്തിൽ നമ്മൾ ഐസോബാർ കണ്ടുപിടിച്ചപ്പോൾ ചില ലാറ്റിറ്റ്യൂഡുകളിലെ ഐസോബാർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ ഇരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? നമ്മുടെ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഐസോതേർംസ് ഉണ്ട്. എന്തുണ്ട്? ഐസോതേർംസ് ഉണ്ട്.
അപ്പോൾ ഈ ഐസോതേംസ് നമ്മൾ ഇതുപോലെ എടുത്ത് വരച്ചപ്പോൾ നമ്മളൊരു പെക്യുലാരിറ്റി കണ്ടു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭൂമിയെ ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിഡ്ജിഡ് സോൺ എന്നിങ്ങനെ 3 ടെമ്പറേച്ചർ സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് പോയിന്റ് ഇവിടെ ഉൾപ്പെടുത്താതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ചോദ്യം വരുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയില്ല. എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോ, നമ്മൾ ഐസോതേംസ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ഈ ഐസോതേംസ് നോക്കുമ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ഏതാണ്ട് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. നമ്മളതിനെ എന്ത് വിളിക്കും? ടോറിഡ് സോൺ എന്ന് വിളിക്കും. ടോറിഡ് സോൺ കുറച്ചുകൂടി മുകളിലായിട്ട് ഒരു 60ൻ്റെ ഭാഗത്ത് എന്താണ്? കുറച്ചുകൂടി കുറയും. അപ്പോൾ ടെമ്പറേറ്റ് സോൺ എന്നും, ഏറ്റവും മുകളിലുള്ളത് നമ്മൾ എന്ത് വിളിക്കും? ഫ്രിജിഡ് സോൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പോളാർ ഭാഗം എന്ന് വിളിക്കും. അതുകൂടി ഒന്ന് ആഡ് ചെയ്തു കേട്ടോ, നോക്കുമ്പോൾ വിട്ടുകൊണ്ട. ശരി, പ്രഷർ ബെൽറ്റ് എത്ര എണ്ണം ഉണ്ടടാ? പ്രഷർ ബെൽറ്റ് 4 എണ്ണമാണ് സാറേ ഉള്ളത്. ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ളത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ആ 30 ഡിഗ്രിയുടെ ഭാഗത്തുള്ളത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, 60ൻ്റെ ഭാഗത്തുള്ളത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, 90ൻ്റെ ഭാഗത്തുള്ളത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ എന്താ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് വെച്ചാൽ ഇക്വേറ്ററിൽ സൂര്യപ്രകാശം നേരിട്ട് വന്ന് വീഴും. അപ്പോൾ ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ കൂടിയ പ്രഷർ കുറയും, സോ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഡോൾഡ്രം എന്നും വിളിക്കും. ഇത് വിളിക്കും ഡോൾഡ്രം, നോ വിൻഡ് ഉള്ള ഏരിയ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഡോൾഡ്രം എന്ന് വെച്ചാൽ? നോ വിൻഡ് ഏരിയ. അവിടെ കാറ്റൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഈ കാറ്റ് മൊത്തം എങ്ങനെയാണ് പോകുന്നതെന്നറിയാമോ? കാറ്റ് മൊത്തം ഇങ്ങനെ എയർ ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. ഇത് ഭൂമി ചരിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, മുകളിലോട്ട് ഉയരുക. അപ്പോൾ ഇവിടെ എന്താണ്? കാറ്റുണ്ടോ? ഹൊറിസോണ്ടലി ഇങ്ങനെ വന്നാലല്ലേ കാറ്റെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാറ്റില്ല, അതുകൊണ്ട് തന്നെ ഡോൾഡ്രം എന്ന് വിളിക്കും. 0 ഡിഗ്രിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വീഴുന്നത് ഇവിടെ, സോ ടെമ്പറേച്ചർ കൂടും, എയർ മുകളിലോട്ട് ഉയരും, അതുകൊണ്ട് അവിടെ ലോ പ്രഷർ. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഈ മുകളിലോട്ട് പോയ എയർ തണുത്ത് താഴേക്ക് വരും. മുകളിലോട്ട് പോയ എയർ തണുത്ത് താഴേക്ക് വരും. അങ്ങനെ താഴേക്ക് വരുമ്പോൾ അതാണ് ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദ ഇക്വേറ്റർ എന്ത് പറ്റും? കൂൾസ്, അല്ലെ, അത് തണുത്തിട്ട് എന്ത് ചെയ്യും? സബ്സിഡൈസ് ചെയ്യും, താഴോട്ട് വരിക ഇവിടെ 30 ഡിഗ്രിയുടെ ഭാഗത്ത്. അപ്പോൾ അതിനെന്ത് വിളിച്ചു? സബ് ട്രോപ്പിക്കൽ. താഴോട്ട് വരുന്നത് കൊണ്ട് ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. പിന്നെ വരുന്നതാണ് 60 ഡിഗ്രിയുടെ ഭാഗത്ത് പോളാർ ലോ പ്രഷർ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടാണ്? ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം ഇവിടെയുള്ള എയർ എന്ത് ചെയ്യും? പുറത്തോട്ട് എടുത്ത് എറിയപ്പെടും. ഓക്കെ, ഭൂമി കറങ്ങുന്ന കാരണം ഇവിടുന്ന് എയർ എന്ത് ചെയ്യും? പുറത്തോട്ട് എടുത്ത് എറിയപ്പെടും. മാത്രമല്ല 2 വശത്തു നിന്നും വരുന്ന കാറ്റുകളും കൂടിച്ചേർന്ന് മുകളിലോട്ട് പോകും. ആ 2 കാരണങ്ങൾ കൊണ്ട് ഇവിടെ ലോ പ്രഷറാണ്. ഇക്വേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്, അങ്ങനെയാണെങ്കിൽ പോളാർ എന്ന് വെച്ചാൽ തണുപ്പ്, തണുത്തുറഞ്ഞ ഐസായിട്ടാണ് കിടക്കുന്നത്. ടെമ്പറേച്ചർ കുറവാണ്, ടെമ്പറേച്ചർ കുറഞ്ഞാൽ പ്രഷർ കൂടും. സോ അവിടെ എന്ത് പറ്റും? കോൺട്രാക്ഷനും എയർ തണുത്തുറഞ്ഞ് നിൽക്കുന്നതും കാരണം അവിടെ എന്താവും? ലോ പ്രഷറാവും. അങ്ങനെ 4 പ്രഷർ ബെൽറ്റുകൾ: ഇക്വറ്റോറിയൽ ലോ, സബ് ട്രോപ്പിക്കൽ ഹൈ, സബ് പോളാർ ലോ, പോളാർ ഹൈ. ഓക്കെ ആണല്ലോ. ഇനി സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഡിഗ്രി 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി, 0 ഡിഗ്രി ഒക്കെ ഒരു 5-10 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സണ്ണ് കാരണം ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൽ എന്ത് സംഭവിക്കൂടാ? ഷിഫ്റ്റ് സംഭവിക്കും. അത് കാരണമാണ് നമുക്ക് മൺസൂൺ വിൻഡൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പഠിക്കാം. ഇനി പ്രഷർ വ്യത്യാസം കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രധാന കാര്യം എന്താണ്? പ്രഷർ വ്യത്യാസം കാരണമാണ് ഭൂമിയിൽ എന്തുണ്ടാകുന്നത്? വിൻഡ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ എയർ കറണ്ട് ഉണ്ടാകുന്നതും. എന്താണ് എയർ കറണ്ട്? അപ്പോൾ എന്താ എയർ കറണ്ട് എന്ന് വെച്ചാൽ ഈ കാറ്റുണ്ടല്ലോ, അതിങ്ങനെ മുകളിലോട്ട് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് മുമ്പത്തെ ഫിഗറിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ ഇങ്ങനെ മുകളിലോട്ട് പോകും എയർ, മുകളിലോട്ട് പോകും എയർ, മുകളിലോട്ട് പോകുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് എയർ മുകളിലോട്ടോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടോ വന്നാൽ അതിനെയാണ് നമ്മൾ എയർ കറണ്ട് എന്ന് വിളിക്കുന്നത്. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ, അതാണ് എയർ കറണ്ട്. നമുക്കധികം പഠിക്കേണ്ട. അപ്പോൾ എയർ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ. അപ്പോൾ എയർ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ. നമുക്ക് ആരെ മതി? വിൻഡ് മതി. എന്താ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരശ്ചീന ചലനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. നമുക്കും കാറ്റ് അങ്ങനെയല്ലേ കിട്ടുന്നത്, അല്ലേ? നമ്മളെ നേരെ അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്നല്ലേ അല്ലെങ്കിൽ സൈഡിൽ നിന്നല്ലേ കാറ്റ് വരുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിൻഡ് എന്ന് വിളിക്കുന്നത്. വിൻഡ് എപ്പോഴും പോകുന്നത് ഒരു ഹൈ പ്രഷർ സ്ഥലത്ത് നിന്നും ലോ പ്രഷർ സ്ഥലത്തോട്ടായിരിക്കും. എവിടെ നിന്നായിരിക്കും? ഒരു ഹൈ പ്രഷർ സ്ഥലത്ത് നിന്നും ഒരു ലോ പ്രഷർ സ്ഥലത്തോട്ടായിരിക്കും വിൻഡ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന വിൻഡിൻ്റെ വേഗത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് അനിമോമീറ്റർ. വേഗത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് അനിമോമീറ്റർ. ദിശ അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് വിൻഡ് വെയിൻ. വേഗത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് അനിമോമീറ്റർ, ദിശ അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് വിൻഡ് വെയിന്. അങ്ങനെ പോകുന്ന എല്ലായിടത്തും കാറ്റിന് ഒരേ വേഗതയാണോ? അല്ല. ഒരേ ദിശയാണോ? അല്ല. അപ്പോൾ കാറ്റിൻ്റെ ദിശയെയും വേഗതയെയും സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നോക്കിയാൽ അതിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ വില്ലനായിട്ടുള്ള കോറിയോളിസ് ഫോഴ്സ്. പിന്നെ വരുന്നത് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. പിന്നെ വരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിൽ ഫ്രിക്ഷൻ പഠിക്കുക എളുപ്പം. കോറിയോളിസ് ആണ് വില്ലൻ. എന്താ കോറിയോളിസ് ഫോഴ്സ് പറയുന്നത്? എടാ, ഭൂമിയെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 ഹെമിസ്ഫിയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 ഹെമിസ്ഫിയറുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയറും മറ്റൊന്ന് സദേൺ ഹെമിസ്ഫിയർ.
നോർത്തേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ അത് മൂവ് ചെയ്തതിൻ്റെ വലതുവശത്തോട്ട് ബെൻഡ് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ നേരെ മൂവ് ചെയ്യേണ്ടതിന് പകരം എന്ത് പറ്റും, അതിൻ്റെ ഇടത്തേക്ക് ബെൻഡ് ചെയ്യും. അതിൻ്റെ ഇടത്തേക്ക് ബെൻഡ് ചെയ്യും. ഇത് വലത്തോട്ടും ഇടത്തോട്ടും എങ്ങോട്ട് പോയാലും ബാധകമാണ്. ഈ ഫോഴ്സിൻ്റെ പേരാണ് കോറിയോളിസ് ഫോഴ്സ്. എന്താ സംഭവം? ഡിഫ്ലക്ഷൻ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഡിഫ്ലക്റ്റ് ടുവേർഡ്സ് ദ റൈറ്റ്, വലത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. എവിടെ? ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അതുപോലെ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. എവിടെ? ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഇതിൻ്റെ കാരണമാണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രഷർ ഗ്രേഡിയൻ്റ് എന്താ? ഒരു സ്ഥലത്ത് ഹൊറിസോണ്ടൽ ദൂരത്തിനനുസരിച്ച് പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസം, വേരിയേഷൻ ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ദൂരത്തിനനുസരിച്ച് പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസം. ഈ പോയിന്റും എടുത്തു. ഇവിടുത്തെ പോയിന്റ് പ്രഷർ എന്ന് പറയുന്നത് 10-13, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 10-14 ആണെങ്കിൽ ഹൊറിസോണ്ടൽ ദൂരത്തിനനുസരിച്ച് പ്രഷർ വ്യത്യാസം വളരെ കുറവല്ലേ? അപ്പോൾ ഇതെന്താണ്? ലോ പ്രഷർ ഗ്രേഡിയൻറ്റ്. നേരെ മറിച്ച് ഇതേ സ്ഥലത്ത് നമ്മൾ എടുത്തപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ ഇവിടെ 10-13 മില്ലി ബാറും ഇപ്പുറത്ത് എത്തിയപ്പോൾ അത് 10-60 മില്ലി ബാറും ആണെങ്കിൽ ഈ ചെറിയ ദൂരത്തിനിടയിൽ പ്രഷർ നന്നായിട്ട് മാറിയില്ലേ? അപ്പോൾ ഇതാണെന്ത്? ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ പ്രഷറിൽ നിന്നാണ് വിൻഡ് ഉണ്ടാകുന്നതെന്ന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു. പ്രഷർ വ്യത്യാസം കാരണമാണ് വിൻഡ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രഷർ വ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ വിൻഡിൻ്റെ വേഗത എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡും എന്തായിരിക്കും? കൂടുതലായിരിക്കും. കണ്ടോ? പ്രഷർ വ്യത്യാസം കാരണമാണ് വിൻഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെയല്ലേ പ്രഷർ വ്യത്യാസം, താഴെയല്ലേ പ്രഷർ വ്യത്യാസം കൂടുതൽ, അപ്പോൾ അവിടെയല്ലേ എന്ത് കൂടുതൽ? വിൻഡിൻ്റെ വേഗത കൂടുതൽ. അതാ പറയുന്നത്. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടിയാൽ, പ്രഷർ ഗ്രേഡിയൻറ്റ് ഹൈ ആണെങ്കിൽ അവിടെ വിൻഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. സെറ്റ്. ഫ്രിക്ഷനെ പറ്റി കൂടുതലൊന്നും പറയണ്ട. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തടസ്സം വന്നാൽ വേഗത കുറയും. അപ്പോൾ കടലിൻ്റെ ഭാഗത്ത് എപ്പോഴും ഫ്രിക്ഷൻ കുറവായിരിക്കും, കരയുടെ ഭാഗത്ത് ഫ്രിക്ഷൻ കൂടുതലും ആയിരിക്കും. സെറ്റ്. തീർന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ് കണ്ടോ, നമ്മൾ ഏതാണ്ട് ഒരു 15-20 മിനിറ്റിനൊക്കെ അല്ലേ, അരമണിക്കൂറിനകത്താവേ ഉള്ളൂ. ഫുൾ ചാപ്റ്റർ നമ്മൾ ഒറ്റ മണിക്കൂർ കൊണ്ട് മിക്കവാറും എന്ത് ചെയ്യും? തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടങ്ങാമല്ലോ. വിൻഡ് വളരെ സമയവും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഈ നോട്ടൊക്കെ ഉണ്ടാക്കി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. ചെയ്യൂ. എങ്ങനെ ചെയ്യും? ഒരു കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും പഠിച്ച് മാർക്ക് വാങ്ങട്ടെ അല്ലേ? ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ് പറഞ്ഞേ. വിൻഡുകളെ നമുക്ക് പൊതുവേ 4 തിരിക്കാം. പെർമനൻറ്റ് വിൻഡ്, പീരിയോഡിക് വിൻഡ്, ലോക്കൽ വിൻഡ്, വേരിയബിൾ വിൻഡ്. പെർമനൻറ്റ് വിൻഡ് എന്ന് വെച്ചാൽ എപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ എന്താ? പ്രഷർ ബെൽറ്റുകൾക്കിടയിലാണ് അത് വീശുന്നത്. പ്രഷർ ബെൽറ്റ് മാറത്തില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്താലും അത് മാറത്തില്ലല്ലോ. അപ്പോൾ വിൻഡ് ബ്ലോയിങ് കോൺസ്റ്റൻ്റായി വീശിക്കൊണ്ടിരിക്കും ഓവർ എ പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയ ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മൊത്തം മാറ്റമില്ല. അപ്പോൾ പെർമനൻറ്റ് വിൻഡ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ട്രേഡ് വിൻഡ്, വെസ്റ്റേർലി, പോളാർ വിൻഡ്. എന്താ ട്രേഡ് വിൻഡ് എന്ന് വെച്ചാൽ? ട്രേഡ് വിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ട്രേഡ് വിൻഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. എപ്പോഴും കാറ്റ് പോകുന്ന എവിടെ നിന്നാണ്? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷർ. നമ്മൾ പ്രഷർ ബെൽറ്റ് പഠിച്ചപ്പോഴേ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് പഠിച്ചു, ഒരു ഹൈ പ്രഷറായി. പിന്നെ പഠിച്ചത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, 2 എണ്ണം. അപ്പോൾ ഇവിടുന്നേ കാറ്റ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും ഇക്വറ്റോറിയൽ ലോയിലോട്ട് പോയാൽ അത് ട്രേഡ് വിൻഡ്. സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും ഇക്വറ്റോറിയൽ ലോയിൽ പോയാൽ അത് ട്രേഡ് വിൻഡ്. ഇതേ സബ് ട്രോപ്പിക്കൽ ഹൈയിൽ നിന്നും സബ് പോളാർ ലോയിലോട്ട് പോയാൽ അത് വെസ്റ്റേർലി. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഓപ്ഷനല്ലേ ഉള്ളൂ. പിന്നെ ആരാ ഇനി ഹൈ പ്രഷറായിട്ട് ബാക്കിയുള്ളത്? പോളാർ ഹൈ. ഈ പോളാർ ഹൈയിൽ നിന്നും സബ് പോളാർ ലോയിലോട്ട് പോകുമ്പോഴത്തേക്കും അതാണെന്ത്? പോളാർ വിൻഡ് എന്ന് പറയുന്നത്. ഞാൻ തന്ന നോട്ടിൽ ഈ ഒരു പോയിന്റിനകത്ത് ഇവിടെ ഞാൻ ഹൈ പ്രഷർ എന്നുള്ളത് ലോ പ്രഷർ എന്നൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പല കുട്ടികളത് ചൂണ്ടിക്കാണിച്ചു. നന്ദി. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈ കിട്ടിയ നോട്ടിന് മാറത്തില്ല. ഇനിയുള്ള നോട്ടുകൾ ഞാനത് ശ്രദ്ധിച്ചോളാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ പറയുക കേട്ടോ. ഞാനൊരാളാണ് ഇതെല്ലാം ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ആ സമയം അല്ലേ, നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനിടെ ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും, ഹ്യൂമൻ എറർ. നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ പെർമനൻറ്റ് വിൻഡ് ഓക്കെ ആയല്ലോ. നമ്മളെന്താ പെർമനൻറ്റ് വിൻഡ് എന്ന് വെച്ചാൽ? പെർമനൻ്റ് ആണ്, വർഷം മുഴുവൻ ത്രൂ ഔട്ടായിട്ട് വീശുന്ന കാറ്റ്, പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന കാറ്റ്. ഹൈ പ്രഷറിൽ നിന്നേ ലോ പ്രഷറിൽ കാറ്റ് പോകുള്ളൂ. അപ്പോൾ സബ് ട്രോപ്പിക്കലിൽ നിന്ന് 2 കാറ്റ് പോകും. ആദ്യം പോകുന്നത് ഇക്വറ്റോറിയൽ ലോയിലോട്ട്, പേര് ട്രേഡ് വിൻഡ്. അടുത്ത് പോകുന്നത് സബ് പോളാർ ലോയിലോട്ട്, പേര് വെസ്റ്റേർലി. എന്നാൽ സബ് പോളാറിലോട്ട് എവിടെ നിന്ന് വരും? പോളാർ ഹൈ എന്ന് വരുന്നതാണെങ്കിൽ പോളാർ വിൻഡ്. നെക്സ്റ്റ് പീരിയോഡിക് വിൻഡ്. എന്താ പീരിയോഡിക്? പീരീഡ് എന്ന് പറഞ്ഞാൽ തന്നെ മാറി മാറി വരും അല്ലേ. റിവേഴ്സൽ, ഡയറക്ഷൻ സമയത്തിനനുസരിച്ച് റിവേഴ്സ് ചെയ്യുന്ന, ഡയറക്ഷൻ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന വിൻഡുകളാണ് പീരിയോഡിക് വിൻഡ്. അതിൽ ആദ്യം വരുന്നതാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും. എന്താ ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡിൽ നിന്ന് പോകുന്നതാണോ? ഫസ്റ്റ് സൂര്യൻ ഉദിച്ചു രാവിലെ, കടലിൽ നിന്ന് കാറ്റ് എങ്ങോട്ട് പോകും? കരയിലോട്ട് പോകും. സോ പേരെന്താണ്? സീ ബ്രീസ്.
സൂര്യ അസ്തമിക്കുമ്പോൾ കരയിൽ നിന്ന് കാറ്റ് തിരിച്ച് ഇങ്ങോട്ട് പോകും, കടലിലോട്ട് പോകും, പേര് ലാൻഡ് ബ്രീസ്. കാരണം ലാൻഡ് പെട്ടെന്ന് ചൂടാകും. ലാൻഡ് പെട്ടെന്ന് ചൂടാകുമ്പോൾ ഇവിടെയാണ് ആദ്യം എന്താവുന്നത്, ലോ പ്രഷർ ആവുന്നത്. അപ്പോൾ രാവിലെ എന്ത് പറ്റും, കാറ്റ് ഹൈ പ്രഷർ കടലിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വരും. രാത്രിയാവുമ്പോൾ ഞാൻ പറഞ്ഞു ചൂടാവുന്ന പെട്ടെന്നാണെങ്കിലും കരഭാവമാണ്, അവൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തണുക്കും. അപ്പോൾ പെട്ടെന്ന് തണുക്കുമ്പോൾ രാത്രി ഇവനാണ് ആദ്യം ഹൈ പ്രഷർ ആവുന്നത്. അപ്പോൾ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കാറ്റും പോകും. പിന്നെ വരുന്നു മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും. രാത്രി ഈ പറയുന്ന മൗണ്ടനിൽ നിന്ന് സ്ലോപ്പിലോട്ട് കാറ്റ് വീശും, അത് മൗണ്ടൻ ബ്രീസ്. മൗണ്ടനിൽ നിന്ന് താഴോട്ടല്ലേ വീശാൻ പറ്റുള്ളൂ, അപ്പോൾ അത് മൗണ്ടൻ ബ്രീസ്. രാത്രിയല്ലേ, മൗണ്ടൻ്റെ മുകളിൽ തണുപ്പല്ലേ. എന്നാൽ ഡേ ടൈമിൽ വാലിയിൽ നിന്ന്, താഴ്വാരത്തിൽ നിന്ന് മുകളിലോട്ട് കാറ്റ് പോകും, വാലിയിൽ നിന്ന് മുകളിലോട്ട് പോകും. വി എന്ന് എഴുതി നമ്മൾ അവസാനം മുകളിലോട്ട് ആരോ മാർക്ക് പോകുന്നു അല്ലേ, വി എന്ന് എഴുതിയിട്ട് ഇങ്ങനെയല്ലേ പോകുന്നത്, വി. അപ്പോൾ വാലി ബ്രീസ്. മൗണ്ടൻ എന്ന് പറയുമ്പോൾ എം എഴുതി താഴോട്ട്, അപ്പോൾ താഴോട്ട് വരുന്നത് മൗണ്ടൻ ബ്രീസ്, മുകളിലോട്ട് പോകുന്നത് വാലി ബ്രീസ്. എങ്ങനെയാണ് എൻ്റെ കോഡ്, അടിപൊളി കോഡല്ലേ. അപ്പോൾ ഇത്തരം മനോഹരമായ കോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, മൺസൂൺ വിൻഡ്. ഇത്രയേ ഉള്ളൂ മൺസൂൺ വിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 2 തവണ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആദ്യം സൗത്ത് വെസ്റ്റിൽ നിന്ന് വരും, അവൻ്റെ പേര് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇതാ കണ്ടു, ഇതാ ഇങ്ങനെ പോകുന്നു. ദിശ ഒക്കെ ഞാൻ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞെന്ന് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും സമയം ഞാൻ കളയുന്നില്ല. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വെച്ചാൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ കടലിൽ നിന്നും കരയിലോട്ട് വീശുന്നു. സോ മഴ പെയ്യിപ്പിക്കും. തിരിച്ച് മാസങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കരയിൽ നിന്ന് കാറ്റ് എന്ത് പറ്റും, കടലിലോട്ട് പോകും. കരയിൽ നിന്ന് കാറ്റ് കടലിലോട്ട് പോകും, അതിൻ്റെ പേരാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇതാണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ മൺസൂൺ 2 മൺസൂണിൻ്റെ മൊത്തം മെക്കാനിസവും ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതാണ്. അത്രയും വിശദമായി നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ അത്രയും വിശദമായിട്ട് പറഞ്ഞത്. പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയെങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ വിൻഡ് ബ്ലോയിങ് ടുവേർഡ്സ് ദ ലാൻഡ് ഫ്രം ദ ഓഷൻ, ഏതാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ. ജൂണിൽ നമുക്ക് കിട്ടുന്ന ഇടവപ്പാതി മഴ ഇതാണ്. തിരിച്ച് വിൻഡ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ, ലാൻഡിൽ നിന്ന് സീയിലോട്ട് വീശുന്നതാണത്. തുലാവർഷം എന്ന് നമുക്ക് ചെറുതായിട്ട് കിട്ടാറുണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ കേരളത്തിൽ നല്ല മഴ കിട്ടുമ്പോൾ ഇവിടെ മഴ കിട്ടൂല, തമിഴ്നാട്ടിൽ കിട്ടൂല. എന്തുകൊണ്ടാണ്, തമിഴ്നാട് മൗണ്ടൻ്റെ അല്ലെ, ഈ വെസ്റ്റേൺ ഗട്ട്സ് മലയുടെ അപ്പുറത്താണ്. നമ്മൾ എന്ത് വിളിക്കും, ലീവാർഡ് സൈഡ് എന്ന് വിളിക്കും. ആ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും, റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കും. ഇത് വിളിക്കും റെയിൻ ഷാഡോ റീജിയൻ. തീർന്നു. പിന്നെ വരുന്നതാണ് എന്ത്, കാറ്റുകളുടെ അടുത്ത് വരുന്നതാണ് ലോക്കൽ വിൻഡ് അല്ലെ. എന്താണ്, ലോക്കൽ പ്രഷർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്നത്, എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ഥലത്തെ പ്രഷർ ഡിഫറൻസ് കാരണം മാത്രം ഉണ്ടാകുന്നത് ലോക്കൽ വിൻഡ്. 4 ലൂ നോർത്ത് ഇന്ത്യയിലാണ്, അതൊരു ഹോട്ട് വിൻഡാണ്. ചിനൂക്ക് റോക്കി മൗണ്ടൻ അമേരിക്കയിലാണ്, അതും ഒരു ഹോട്ട് വിൻഡാണ്. ഫൊൻ എന്ന് പറയുന്നത് ആൽപ്സ് മൗണ്ടൻ യൂറോപ്പിലാണ്, അതും ഒരു ഹോട്ട് വിൻഡാണ്. എന്നാൽ ഒറ്റ തണുത്ത വിൻഡേ ഉള്ളൂ, ഹാർമാറ്റൻ സഹാറ ഡെസേർട്ട് ആഫ്രിക്കയിലാണ്. എന്താണ്, അതൊരു കോൾഡ് വിൻഡ് ആണ്. കോഡൊക്കെ വെച്ച് ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ഇനി ഇവിടെ കോഡിൻ്റെ ആവശ്യമൊന്നുമില്ല, പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് എന്തോ കോഡ് പഠിക്കാനായിട്ട്, ഓർത്ത് വെച്ച് വയ്ക്കാം. ഇനി വരുന്നതാണ് വേരിയബിൾ വിൻഡ് അല്ലേ, നമുക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വിൻഡ്. എപ്പോൾ വരും, എങ്ങനെ വരും, എങ്ങോട്ട് പോകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഡ്യൂറേഷനിലേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡയറക്ഷനും നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിൻഡുകളാണ് എന്തെന്ന് പറയുന്നത്, വേരിയബിൾ വിൻഡ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സൈക്ലോണുകളും ആൻറ്റി സൈക്ലോണുകളും. എന്താണ് സൈക്ലോൺ, ഒരു സ്ഥലത്ത് എന്ത് പറ്റുന്നു, പെട്ടെന്ന് എന്തുണ്ടാകുന്നു, ഒരു ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ഓക്കെ, ലോ പ്രഷർ സിസ്റ്റം ടുവേർഡ്സ് വിച്ച് വിൻഡ് വേൾഡ്സ് ഫ്രം ദ സറൗണ്ടിങ്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, സൈക്ലോൺ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, സൈക്ലോൺ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് എന്തുണ്ടാകുന്നു, ഒരു ലോ പ്രഷർ ഉണ്ടാകുന്നു. ചുറ്റും എന്താണുള്ളത്, ഹൈ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ പറയുന്ന ലോ പ്രഷറിലോട്ട് ഹൈ പ്രഷറിൽ നിന്ന് എന്ത് പറ്റും, വിൻഡുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന വിൻഡ് കോറിയോളിസ് ഫോഴ്സ് കാരണം എന്ത് പറ്റും, നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതിൻ്റെ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, അതിങ്ങനെ കറങ്ങും, ക്ലോക്ക് ഓടുന്നതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സദേൺ ഹെമിസ്ഫിയറിലും വീശും. ഡയറക്ഷനൊക്കെ ഞാൻ വ്യക്തമായി വരച്ച് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ടോപ്പിക് എടുത്തിട്ട് എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് സീക്ക് ചെയ്ത് നോക്കി കണ്ടാലും നീ മനസ്സിലാക്കാൻ പറ്റും. സൈക്ലോൺ 2 തിരിക്കുക, ഏതൊക്കെയാണ്, ഇക്വേറ്ററിൻ്റെ ഭാഗത്തുണ്ടാകുന്നെങ്കിൽ അത് ട്രോപ്പിക്കൽ സൈക്ലോൺ. എന്നാൽ കുറച്ചുകൂടി അങ്ങോട്ട് ദൂരോട്ടാണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും, ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് വിളിക്കും. ഏറ്റവും ഡേഞ്ചർ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. വാമായിട്ടുള്ള ട്രോപ്പിക്കൽ ഓഷൻ, ട്രോപ്പിക് സോൺ, ടോറിഡ് സോൺ എന്ന് പറയുന്നതാണ് ട്രോപ്പിക് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലീസ്, ടൊർണാഡോസ് ഒക്കെയാണ് ഉദാഹരണം. ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓക്കെ, ടെമ്പറേറ്റ് റീജിയനുകളിലായിരിക്കും ഇത് കാണുന്നത്. നമ്മൾ ടെമ്പറേറ്റ് ഫോറസ്റ്റും ഒക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളാണ്, അതുകൊണ്ട് ഇനി വീണ്ടും വിശദീകരിക്കണ്ടല്ലോ. തിരിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ ആൻറ്റി സൈക്ലോൺ എന്ന് പറയും. ഒരു സ്ഥലത്ത് ഒരു ഹൈ പ്രഷറും ചുറ്റും ലോ പ്രഷർ ആണെങ്കിൽ എന്ത് പറ്റും, കാറ്റകത്ത് നിന്ന് പുറത്തോട്ട് പോകും. ആ പാവമാണ്, വലിയ ശല്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ അധികം അങ്ങനെ പ്രശ്നക്കാരനായതൊന്നല്ല എന്തെന്ന് പറയുന്നത്, ആൻറ്റി സൈക്ലോണുകൾ എന്ന് പറയുന്നത് പുറത്തോട്ടാണ് വീശുന്നത്. ദിശ എന്ന് പറയുന്നത് സൈക്ലോണിൻ്റെ ഓപ്പോസിറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാലോചിച്ച് ഒരുപാട് കൺഫ്യൂഷൻ അടിക്കാൻ നിൽക്കണ്ട. പക്ഷേ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്, അതുകൊണ്ട് വിട്ട് കളയരുത്. ശരി.
നമ്മളിതാ പ്രഷറും കഴിഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിയേ, പ്രഷറും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്നത് എന്താണ്? ഹ്യൂമിഡിറ്റിയാണ്. എന്താ ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവിനെ വിളിക്കുന്ന പേര് ഹ്യൂമിഡിറ്റി. ഇൻവിസിബിൾ വാട്ടർ കണ്ടന്റ് അല്ലേ? ഈർപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം നല്ല മഴ സമയമാണ്, നല്ല തണുപ്പാണ്. തണുപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടന്റ് കൂടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ആ വെള്ളം നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് നീരാവി ആയിട്ടാണ്. നീരാവി നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. വാട്ടർ വേപ്പറാണ്, പക്ഷേ അത് വേപ്പർ ഫോമിലാണ്. അതിന് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്ര ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാനൊരു ഉപകരണം കൊണ്ടുവന്നു. അതിൻ്റെ പേര് ഹൈഗ്രോമീറ്റർ. അപ്പോൾ ഈ ഹൈഗ്രോമീറ്റർ അവിടുത്തെ അപ്പോഴത്തെ ഹ്യൂമിഡിറ്റി കാണിക്കും. ആ ഹ്യൂമിഡിറ്റിയുടെ പേരാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അപ്പം കാണിക്കുന്ന ഹ്യൂമിഡിറ്റി ഹൈഗ്രോമീറ്റർ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പം കാണിച്ച ഹ്യൂമിഡിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്ര വാട്ടർ വേപ്പർ ഉണ്ട്. ഈ പറയുന്ന നിമിഷത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ അതിലെത്ര വാട്ടർ വേപ്പർ ഉണ്ട് എന്ന് പറയുന്നതിന് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ഒരു യൂണിറ്റ് വോളിയം ഞാൻ എടുത്താൽ ഈ വോളിയത്തിനകത്ത് ഇപ്പോൾ എത്ര വാട്ടർ വേപ്പർ ഉണ്ടെന്ന അളവിൽ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. ഉപകരണത്തിൻ്റെ പേര് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. പക്ഷേ ഈ വെള്ളം ഫുള്ളായോ? ഫുള്ളായില്ലേ? എത്ര ശതമാനം ഉണ്ട്, എത്ര ശതമാനം കൂടെ പോവും എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടേമാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇപ്പോൾ കിട്ടിയ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആരുമായിട്ട്? ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ പൂരിതാവസ്ഥ അല്ലെങ്കിൽ സാച്ചുറേഷനിലെത്താൻ ഇനി കുറച്ചുകൂടി വെള്ളം വേണമല്ലോ. അതിനെ സ്പോഞ്ചിൻ്റെ എക്സാമ്പിൾ വെച്ചൊന്ന് പറഞ്ഞു തന്നല്ലേ. ഒരു സ്പോഞ്ച് നമ്മൾ കുറച്ച് വെള്ളം മുക്കുമ്പോൾ ആ വെള്ളം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് വീണ്ടും വെള്ളം കൊള്ളൂ? ചിലപ്പം കൊള്ളാതിരിക്കുക. അപ്പോൾ കൊള്ളില്ലേ എന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പോഞ്ചിൽ എത്ര വെള്ളം കൊള്ളും എന്ന അളവെടുക്കും. അതുപോലെ അറ്റ്മോസ്ഫിയറിൽ എത്ര വെള്ളം കൊള്ളും എന്ന അളവെടുത്താൽ അതിന് പേര് ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അതിന് ആരോട് താരതമ്യം ചെയ്യാണ്? ഇപ്പോൾ എത്ര ഉണ്ട് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, അതുകൊണ്ട് താരതമ്യം ചെയ്യുകയാണ്. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയെ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ശതമാനത്തിലോട്ട് മാറ്റാൻ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ ഉപകരണമുണ്ട്. അതിൻ്റെ പേരാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇതാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ വെച്ച് നമുക്ക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. സോ ദ റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, ആൻഡ് ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഈസ് കോൾഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. അബ്സല്യൂട്ട് ബൈ TWH × 100 ആണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എത്തിയെന്നിരിക്കട്ടെ, നമ്മളതിനെ എന്ത് വിളിക്കും? നമ്മളതിനെ സാച്ചുറേഷൻ ലെവൽ എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ പൂരിതാവസ്ഥ. ഇനി വെള്ളം കൊള്ളാൻ പറ്റത്തില്ല, മതി, മാക്സിമമായി എന്നെ കൊണ്ട് പറ്റുന്ന അത്രയായി. സോ ദ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ് വിത്ത് മോയ്സ്ചർ ഈസ് കോൾഡ്, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഈസ് കോൾഡ് സാച്ചുറേഷൻ ലെവൽ. അപ്പോൾ ഈ സാച്ചുറേഷൻ ലെവൽ എത്തുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആവുമല്ലോ അല്ലേ? അതിനാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് എന്താണ് ഇറ്റ് ഈസ് അറ്റൈൻഡ് ഈസ് ടേംഡ്, അതായത് ഏത് ടെമ്പറേച്ചർ ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ളപ്പോഴാണോ ഈ സാച്ചുറേഷൻ എത്തിയത്, ആ ടെമ്പറേച്ചറിനെ എന്ത് വിളിക്കും? സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കും. അങ്ങനെ സാച്ചുറേഷൻ എത്തിയാൽ എന്ത് ചെയ്യും? ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, ഒരു പരിധി കൊണ്ട് വെള്ളം പിടിച്ച് വയ്ക്കുന്നതിന്. ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെള്ളമായിട്ട് അതിനെ മാറ്റും. വാട്ടർ വേപ്പറാണ് എൻ്റെ ഉള്ളത്, ഞാൻ എന്തായിട്ട് മാറ്റും? വെള്ളമായിട്ട് മാറ്റും. അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ അഥവാ നീരാവി എന്തായിട്ട് മാറുന്നു? വെള്ളത്തുള്ളി അഥവാ വാട്ടർ ഡ്രോപ്പായിട്ട് മാറുന്ന ആ ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടൻസേഷൻ. ഭൂമിയിൽ കണ്ടൻസേഷൻ 4 രീതിയിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് മഞ്ഞുതുള്ളി അഥവാ ഡ്യൂ, മറ്റൊന്ന് ഫ്രോസ്റ്റ്, ഡ്യൂ ആൻഡ് ഫോഗ്, ക്ലൗഡ് എന്നിങ്ങനെയാണ്. എന്താണ് ഡ്യൂ എന്ന് വെച്ചാൽ? രാത്രി കാലങ്ങളിൽ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ടെറസ്ട്രിയൽ റേഡിയേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞ് തണുത്തുറഞ്ഞ് ഐസ് പോലെ ആവുന്ന സമയത്ത് എന്ത് പറ്റും? ഐസായില്ല, തണുക്കുന്ന സമയത്ത് എന്ത് പറ്റും? അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള അറ്റ്മോസ്ഫിയർ, അവിടെയുള്ള വെള്ളങ്ങൾ വെള്ളത്തുള്ളികളായി മാറും. വെള്ളങ്ങളോ അങ്ങനെ ഒരു വാക്ക് തന്നെയുണ്ടോ? എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെയുള്ള വെള്ളം എന്തായിട്ട് മാറും? വെള്ളത്തുള്ളികളായിട്ട് മാറും. അങ്ങനെ വെള്ളത്തുള്ളിയായിട്ട് മാറുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കൂടാ? മഞ്ഞുതുള്ളി അഥവാ ഡ്യൂ എന്ന് വിളിക്കും. ഡ്യൂറിങ് നൈറ്റ് വാട്ടർ വേപ്പർ കണ്ടൻസസ്. ഇതെന്ത് പറ്റും? ട്രൈനി ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ ആയിട്ട് ഇലത്തുമ്പുകളിലും ഗേറ്റിൻ്റെ പോയിന്റ് എഡ്ജുകളിലും കാറിൻ്റെ മുകളിലും ഒക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കും. അതിൻ്റെ പേര് ഡ്യൂ. എന്നാൽ ഇതേ പ്രക്രിയ നടക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറച്ചധികം അങ്ങ് കുറഞ്ഞ് 0 ഡിഗ്രിയോളം എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വെള്ളത്തുള്ളിക്ക് തുള്ളിയായി നിൽക്കാൻ പറ്റുമോ? ഇല്ല, ആ വെള്ളത്തുള്ളി ഐസായിട്ട് മാറും ഇല്ലേ? അങ്ങനെ ഐസായിട്ട് മാറിയാൽ അവിടെ ഉണ്ടാകുന്നതാണ് ഫ്രോസ്റ്റ്. ഇൻ ദ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ്. ദിസ് ഈസ് കോൾഡ് എന്താണ്? ഫ്രോസ്റ്റ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ഫ്രോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ലോവർ അറ്റ്മോസ്ഫിയർ. എന്നാൽ കുറച്ചുകൂടെ മുകളിലായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ പറയുന്ന എന്താണ് ഡസ്റ്റിലും മറ്റിലുമൊക്കെ ആയിട്ട് ടൈനി വാട്ടർ ഡ്രോപ്സ് ഫോം ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സസ്പെൻഡഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ അത് ഏറെ തന്നെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്കൊരു മങ്ങൽ ഫീൽ ചെയ്യും അല്ലേ? നമുക്കൊരു മഞ്ഞ് പോലെ, ഒരു മങ്ങൽ, ഒരു മൂടൽ മഞ്ഞ് പോലെ ഫീൽ ചെയ്യും. അതിനെയാണ് ഫോഗ് മിസ്റ്റ് എന്ന് പറയുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഫോഗ് മിസ്റ്റ്. എന്നാൽ ഇതേ പ്രക്രിയ അങ്ങ് ആകാശത്ത് നടക്കുകയാണ്.
അവിടെ വളരെ ചെറിയ വെള്ളത്തുള്ളികളാണ് ഉണ്ടാകുന്നത്. അതവിടെയുള്ള പൊടിപടലങ്ങളിൽ പറ്റിപ്പിടിച്ച് അവർ കൂടിച്ചേർന്ന് എന്ത് പറ്റും, ഒരു പഞ്ഞിക്കെട്ട് പോലൊരു സാധനം ഉണ്ടാകും. അതിൻ്റെ പേരാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. സോ കണ്ടൻസേഷൻ അറൗണ്ട് ടൈനി പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഫോം ചെയ്യുന്ന വാട്ടർ ഡ്രോപ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, 0.001 സെൻറ്റിമീറ്ററേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ അതിനെ മേഘം എന്ന് വിളിക്കും. എത്ര മേഘമുണ്ട്? 4 മേഘമുണ്ട്. എത്ര മേഘമുണ്ട്? 4 മേഘം. അയ്യോ, എത്ര മേഘമുണ്ട്? 4 മേഘമുണ്ട്. ഏതൊക്കെയാണ് ആ മേഘം എന്ന് പറയുന്നത്? അതാണ് സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഏതൊക്കെയാണ്? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഇത് ആവശ്യമില്ലാത്ത ഒരുപാട് വര വന്ന് പെട്ടിട്ടുണ്ട്, മാറുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്. പൈസ ഒന്നുമില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ ചാനലിനെ വലുതാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയോ, 4 തരം ക്ലൗഡ്: സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. അങ്ങ് ആകാശത്ത് അങ്ങ് അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഫെദർ പോലെയുള്ള മേഘങ്ങൾ കാണും. അത് നമ്മൾ സിറസ് ക്ലൗഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ, അതായത് നല്ല വരണ്ട ദിവസങ്ങളായിരിക്കും. ആകാശം കണ്ടാൽ തന്നെ അറിയാം ഇന്ന് മഴ പെയ്യാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അങ്ങ് ദൂരെയായിട്ട് ഒരു തൂവൽ പോലെ ചെറിയ 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 നേർത്ത വെള്ള കളറുകൾ കാണാൻ പറ്റും. അതാണ് സിറസ് ക്ലൗഡ്. എന്നാൽ ലോവർ അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്ത് തിക്ക് ലെയറായിട്ടൊരു ക്ലൗഡ്. എന്നാൽ അല്ലെങ്കിൽ കോട്ടൺ ബണ്ടിൽ പോലെയല്ല, തിക്ക് ലെയറായിട്ട് ക്ലൗഡ് എന്ന് വെച്ചാൽ ആകാശം നിറഞ്ഞിങ്ങനെ ക്ലൗഡായിട്ട് കാണും. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റസ് ക്ലൗഡ് എന്ന് പറയുന്നത്. ലോവർ അറ്റ്മോസ്ഫിയറിലായിരിക്കും, ചെമ്മരിയാടുകളെ പോലെ ഇരിക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യരുത്. കോട്ടൺ ഊളല്ല, ചെമ്മരിയാട് നടന്നു പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഒരു പഞ്ഞിക്കെട്ട് പോലെ തോന്നൂല. മനസ്സിലാക്കണം. അപ്പോൾ ഒരു തിക്ക് ലെയർ എന്നങ്ങ് പഠിച്ചു വയ്ക്കുന്നതല്ല, തിക്ക് ലെയറായിട്ട് ഇങ്ങനെ ലോവർ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ മേഘം നിന്നാൽ അത് എന്താണ്? സ്ട്രാറ്റസ് ക്ലൗഡ്. എന്നാൽ ക്യുമുലസ് എന്ന് വെച്ചാൽ പഞ്ഞിക്കെട്ട് പോലെ നല്ല വലിപ്പത്തിൽ ആകാശത്ത് കാണുന്ന മേഘം. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ലോവർ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അപ്പർ അറ്റ്മോസ്ഫിയർ നിൽക്കുന്നതായിട്ടോ നിങ്ങൾക്ക് തോന്നത്തില്ല. അതിനൊരു വലിയ പഞ്ഞിക്കെട്ട് പോലെ വലിയ മേഘമായിട്ട് കാണും. അതാണ് എന്ത്? ക്യുമുലസ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇൻറ്റൻസ് ശക്തമായ കൺവെക്ഷൻ കാരണം ഒരുപാട് നീരാവി അങ്ങ് മുകളിലെത്തിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് എന്ത്? ക്യുമുലസ് ക്ലൗഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നിംബസ്. നിംബസ് എന്ന് വെച്ചാൽ എന്താ? മഴമേഘങ്ങൾ, മഴ പെയ്യുന്ന കാർമേഘങ്ങളെയാണ് നമ്മൾ നിംബസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡാർക്ക് ആയിരിക്കും, റെയിൻ ബിയറിംഗ് ആയിരിക്കും, ലോവർ പാർട്ടിലായിരിക്കും ഉണ്ടാകുന്നത്. അതിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മഴ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മഴയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസിപ്പിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടോ, ചാപ്റ്റർ തീർന്നു. മനോഹരമായി നമ്മൾ ചാപ്റ്റർ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പ്രസിപ്പിറ്റേഷൻ അഥവാ മഴ? അപ്പോൾ എന്ത് പറ്റും? ഈ ആകാശത്ത് ഡ്യൂ ആയിക്കോട്ടെ, ഫ്രോസ്റ്റ് ആയിക്കോട്ടെ, അത് മഴ പെയ്യിക്കാനൊന്നും പോകുന്നില്ല. ഫോഗ് മിസ്റ്റും മഴ പെയ്യിക്കാൻ പോകുന്നില്ല. പക്ഷേ ക്ലൗഡ്സിൽ ഈ പറയുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്പിൻ്റെ അളവ് കൂടുന്ന സമയത്ത്, അവരുടെ വെയിറ്റും കൂടി സൈസ് കൂടുന്ന സമയത്ത് അതിന് ആകാശത്ത് നിൽക്കാൻ പറ്റാതെ ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ പുള്ള് കാരണം അത് താഴേക്ക് പതിക്കും. അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ അഥവാ മഴ എന്ന് പറയുന്നത്. 3 രീതിയിലാണ് മഴ ഉള്ളത്. എന്ന് വെച്ചാൽ 3 രീതിയിലാണ് മഴത്തുള്ളികൾ താഴേക്ക് വരുന്നത്. മഴയല്ല, മഴത്തുള്ളികൾ താഴേക്ക് വരുന്നത്. ഒന്ന് തുള്ളികളായിട്ട് തന്നെ വരും, നമ്മളതിനെ മഴ, റെയിൻഫോൾ എന്ന് വിളിക്കും. എന്നാൽ ഐസുകളായിട്ട് വരും, അതാണ് സ്നോഫോൾ എന്ന് പറയുന്നത്. ഐസ് എന്ന് പറയാൻ പറ്റത്തില്ല, ടൈനി ഐസ്, മഞ്ഞ് വീഴ്ച. നമ്മൾ കേരളത്തിലുള്ളവർ കണ്ടിട്ടുണ്ടാകത്തില്ല. നിങ്ങൾ കാശ്മീർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാനഡ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ തുഷാരം എന്നല്ലേ പറയുന്നത്, ഇങ്ങനെ മഞ്ഞ് കുറച്ച് അരിമാവ് എടുത്ത് മുകളിൽ നിട്ട പോലെ മാവ് ഇങ്ങനെ വീഴുന്ന പോലെ വെള്ളത്തിൻ്റെ ചെറിയ തരികൾ വീഴും. അതിനെ വിളിക്കുന്ന പേര് സ്നോഫോൾ. ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0°C. പ്രസിപ്പിറ്റേഷൻ ഐസായിട്ട് താഴേക്ക് എത്തും, ടൈനി ഐസായിട്ട് വരും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ത് പറ്റും? മഴത്തുള്ളിയായിട്ട് അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, എന്ന വഴി വെച്ച് എന്ത് പറ്റി? ഐസ് കെട്ട് ആവേണ്ടിയും വന്നു. മഴത്തുള്ളിയായിട്ട് ആകാശത്തു നിന്ന് പുറപ്പെടുകയും ചെയ്തു, വഴിമന്തി എന്ത് പറ്റി? ഐസ് കെട്ട് ആവേണ്ട ഗതികേട് വന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഹെയിൽ സ്റ്റോൺ, മലയാളത്തിൽ ആലിപ്പഴം എന്ന് പറയും. അപ്പോൾ എന്താ സംഭവം? വാട്ടർ ഡ്രോപ്സ് എന്ത് പറ്റും? റിപ്പീറ്റഡ് കണ്ടൻസേഷൻ അറ്റ് ഡിഫറൻറ്റ് ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയർ. അതാണ് ഞാൻ പറഞ്ഞത്, തുടങ്ങിയപ്പോൾ വെള്ളത്തുള്ളിയായിട്ടാണ് വന്നത്. പക്ഷേ ഇടയ്ക്കുള്ള അറ്റ്മോസ്ഫിയർ ലെയറിൽ കൂടെ കടന്നു പോയപ്പോൾ അവിടെ ഭയങ്കര ലോ ടെമ്പറേച്ചർ ആയത് കാരണം അത് ഐസാവേണ്ടി വന്നു. അപ്പോൾ എന്ത് പറ്റും? ലെയേർഡ് ഐസ് പെല്ലറ്റുകൾ, ലെയറുകളുള്ള ഐസ് കഷ്ണങ്ങളായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് കിട്ടുന്ന ഐസ് ക്രിസ്റ്റലിൻ്റെ ചെറിയ ഫോമുകളായിട്ട് എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് പതിച്ചാൽ അതാണ് ഹെയിൽ സ്റ്റോൺ എന്ന് പറയും. എന്തെന്ന് പറയുന്നത്? ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. അപ്പോൾ ഇനി മഴ ഒരേ തരത്തിലാണോ പെയ്യുന്നതല്ല. മഴ 3 തരം മഴകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ, കൺവെക്ഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ 4 o'clock റെയിൻഫോൾ, പിന്നെ വരുന്നത് സൈക്ലോണിക് റെയിൻഫോൾ. എന്താണ് ഓറോഗ്രാഫിക് എന്ന് വെച്ചാൽ? അപ്പോൾ നമ്മുടെ കടലിൽ നിന്ന് വരുന്ന ഈർപ്പവും കൊണ്ടുവരുന്ന തണുത്ത കാറ്റ് മലയിൽ തട്ടി മുകളിലേക്ക് പോവുകയും അവിടെ വെച്ച് മേഘങ്ങളായി മാറുകയും അവിടെ പെയ്യുന്ന മഴയെ വിളിക്കുന്ന പേര് ഓറോഗ്രാഫിക്. അപ്പോൾ മഴ കിട്ടുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കിക്കൊണ്ടിരിക്കും. അതിനാണ് എന്ത് വിളിക്കുന്നത്? റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നത്, മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നത്. ഇത് വരുന്നത് വിൻഡ് വാർഡ് സൈഡ്, കാറ്റ് വരുന്ന സൈഡ്. ഇത് കാറ്റില്ലാത്ത സൈഡ് ലീവാർഡ് സൈഡ്. സെറ്റാണ്.
അപ്പോൾ ഈർപ്പവും കൊണ്ട് വരുന്ന വിൻഡ്, മോയ്സ്ചർ ലേഡൻ വിൻഡ്, എവിടെ നിന്ന്? കടലിൽ നിന്ന് എവിടെ എൻ്റർ ചെയ്യുന്നു? ലാൻഡിലോട്ട് എൻ്റർ ചെയ്യുന്നു. അത് മുകളിലോട്ട് പോകുന്നു. ആര് കാരണം? മൗണ്ടൻ സ്ലോപ്പ് കാരണം കണ്ടൻസേഷൻ സംഭവിക്കുന്നു, ക്ലൗഡ് ഉണ്ടാകുന്നു, മഴ പെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയാണ് റെയിൻ ഷാഡോ എന്ന് വിളിക്കുന്നത്. ഈ ഇവിടുന്ന് മഴ പെയ്യിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പാവം വരണ്ട കാറ്റിൻ്റെ കയ്യിൽ ഈർപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ മഴ കിട്ടത്തില്ല. സോ റെയിൻലെസ് ആണ്, അതിന് റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കും. അപ്പം പിന്നെ എന്താ കൺവെക്ഷൻ കറണ്ട്? ഉച്ച കഴിഞ്ഞിട്ട് ഏതാണ്ട് നമ്മുടെ സ്കൂളൊക്കെ വിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന ആ ഒരു സമയത്ത് പെയ്യുന്ന ഒരു വൃത്തികെട്ട മഴയുണ്ടല്ലോ, തുലാവർഷ സമയത്ത് ഇടിമിന്നലൊക്കെ ഉണ്ടാക്കുന്ന മഴ, അത് നമുക്ക് വേണമെങ്കിൽ കൺവെക്ഷനായിട്ട് ഉദാഹരണം പറയാം. അപ്പോൾ വാം മോയിസ്റ്റ് എയർ, ഡേ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ വരണ്ട ചൂട് കാറ്റ് വന്നിട്ട് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടിയിട്ട് ഉള്ളതെല്ലാം നീരാവിയായിട്ട് അങ്ങ് മുകളിൽ പോകും. അത് മുകളിൽ ചെന്നാൽ പിന്നെ അങ്ങനെ നിൽക്കില്ല, കണ്ടൻസ് ചെയ്തിട്ട് ക്ലൗഡുകളായിട്ട് ഫോം ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? അത് ഉച്ച കഴിഞ്ഞിട്ട് മഴയായിട്ട് പെയ്യും. ഇപ്പോൾ ഇക്വിറ്റോറിയൽ റീജിയനുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഹോട്ടർ പാർട്സ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഹോട്ട് മാസങ്ങളിലാണ് ഇത് ഉണ്ടാകുന്നത്. പേര് കൺവെക്ഷൻ റെയിൻഫോൾ. അപ്പോൾ എന്താണ്? ചൂടുള്ള ദിവസം ഈ ചൂട് കാരണം നല്ല രീതിയിൽ കൺവെക്ഷൻ നടക്കും. കൺവെക്ഷൻ പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് മഴയുണ്ടായിട്ട് അന്ന് വൈകിട്ട് തന്നെ അത് എന്താണ് മഴയായിട്ട് താഴേക്ക് പെയ്താൽ അത് കൺവെക്ഷൻ. അടുത്ത ദിവസമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്കിൽ സൈക്ലോണിക് റെയിൻഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചൂട് തണുത്ത കാറ്റുകൾ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യും. സൈക്ലോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ചുഴലിക്കാറ്റ് അല്ലെ. പെട്ടെന്ന് കടലിൽ എന്ത് പറ്റി? ഭയങ്കര ചുഴലിക്കാറ്റുണ്ടായി. അപ്പോൾ സ്പീഡിൽ കാറ്റ് എന്ത് വന്നു? തണുപ്പും ഈർപ്പവും കൊണ്ട് വന്നു. ഇവിടുന്ന് ചൂട് കാറ്റ് എന്ത് ചെയ്തു? തിരിച്ചും വന്നു. ആര് വന്നു? ചൂട് കാറ്റ് എന്ത് ചെയ്തു? തിരിച്ചും വന്നു. രണ്ടുപേരും കൂടി ഇവിടെ ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തു. അത് നമ്മൾ എന്ത് വിളിക്കും? ഫ്രോണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫ്രോണ്ട്. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലം. ഇടിച്ച് മുകളിലോട്ട് പോയിട്ട് എന്ത് പറ്റി? മഴ ഇവിടെ പെയ്യുകയാണ്. അവിടെ എന്ത് പെയ്യാണ്? ഇടിച്ച് മുകളിലേക്ക് കയറി റാപ്പിഡായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സൈക്ലോണിക് സിസ്റ്റം വേർ വാം ആൻഡ് ഹോട്ട് കറണ്ട് മീറ്റ്, അല്ലെ. കടലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും കരയിൽ നിന്നുള്ള ചൂട് കാറ്റും മീറ്റ് ചെയ്യുമ്പോൾ വാം എയർ മുകളിലോട്ട് പോവുകയും അത് കണ്ടൻസ് ചെയ്യുകയും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യും. ബൗണ്ടറി ലൈനിലാണ് ഇത് സംഭവിക്കുന്നത്, തന്നെ ഫ്രോണ്ട് എന്ന് വിളിക്കുന്നുള്ളത് കൊണ്ട് സൈക്ലോണിക് റെയിൻഫോളിനെ നമ്മൾ ഫ്രോണ്ടൽ റെയിൻഫോൾ എന്നും എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. കണ്ടോ? മനോഹരമായ ഒരു ചാപ്റ്റർ തീർന്നില്ലേ? ഇപ്പോൾ ഒരു സെറ്റ് പഠിച്ചൊരു കുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? വലിയൊരു ചാപ്റ്റർ അല്ലേ? അപ്പോൾ സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരം റിവിഷനുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ബൈ.